ഹായ് ഹലോ. ഈ മുഖം കണ്ടിട്ട് നിങ്ങൾക്കൊരു ദുരുദ്ദേശം തോന്നുന്നില്ലേ? അതെ, കഴിഞ്ഞ ഒരാഴ്ച രാവും പകലും രാത്രിയും എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 8 എന്ന് ചെവിയിൽ ഓതിക്കൊടുത്തിട്ട് അന്നേ ദിവസം മറന്നു പോയ ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. മറ്റുള്ള ഭാര്യമാരെ പോലെ അത് ഓർത്തില്ല എന്ന് പറഞ്ഞ് മുഖം വെറുപ്പിച്ചിരിക്കുന്ന ഭാര്യയല്ല ഞാൻ. ഞാൻ അങ്ങനെയല്ല. എനിക്ക് സർപ്രൈസായും ഗിഫ്റ്റ് തരും, ട്രീറ്റ് തരുന്നുള്ള പ്രതീക്ഷ എനിക്ക് ഒട്ടുമില്ല. അതൊന്നും ഞാൻ നാളല്ലേ അത് ചോദിച്ചു വാങ്ങും. അങ്ങനെയുള്ളൊരു സൈക്കോ ഭാര്യയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങേർക്ക് ഇന്ന് വർക്കുണ്ട്, പക്ഷേ ഞാനത് കാര്യമാക്കാതെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെടിപ്പിച്ചുട്ടോ. അത് കഴിഞ്ഞ് ആൾക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ പോണ സമയത്തായിരുന്നു ബ്രാൻഡ് ഫാക്ടറിയിൽ ഓഫർ കണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വായ, ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് നോക്കുള്ളൂ, ഞാൻ ഒന്നും എടുക്കൂല, എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് നോക്കാമല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വലിയൊരു ബില്ലും കൊണ്ട് ചെന്നപ്പോൾ അങ്ങേര് പറയും, നീ ഡ്രസ്സ് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊട്ടക്കണക്കിന് ഡ്രസ്സായിട്ട് വന്നൂലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേക്ക് അല്ലേ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് അങ്ങേർക്ക് DIY പോകണമെന്ന് പറഞ്ഞു. എന്തോ എനിക്ക് അന്നത്തെ ദിവസം ഒന്നും അവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ അങ്ങേരെ എന്തിനാ വന്നതെന്നുള്ളത് നോക്കാനായിട്ട് ചെന്നപ്പോൾ നോക്കിയപ്പോ ഒരു തോക്ക് പിടിച്ചിരിക്കണം. ആളത് മേടിക്കാനായിട്ടാ വന്നേന്ന് ചോദിച്ചപ്പോ പറയാം, എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയില്ല. എന്താലേ വീട്ടിലെത്തിയപ്പോ ഉച്ചയായി. അപ്പൊ ഉച്ചയ്ക്കൊന്നും കഴിക്കാനില്ലാത്ത തന്നെ ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേയിൽ ഓർഡർ ചെയ്യാന്ന്. അത് കഴിഞ്ഞ് 4 മണിക്കുള്ള ചായയും അങ്ങനെ തന്നെ ആക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഡിന്നറായിട്ട് പിന്നെ എന്തിനാ കുറയ്ക്കണേ, അതും കൂടി അങ്ങോട്ട് പുറത്ത് പോയി കഴിക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു സ്റ്റാർട്ടറിൽ തുടങ്ങി പിന്നെ മെയിൻ കോഴ്സിലേക്ക് കടന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ആഘോഷിപ്പിച്ചത്. മൊത്തത്തിൽ പറഞ്ഞ ഇന്നത്തെ എൻ്റെ കിച്ചൺ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, ഇന്ന് ആഘോഷിച്ച എൻ്റെ ബർത്ത്ഡേ ഇല്ലേ, അത് ഇന്നല്ല, അത് നാളെ ആയിരിക്കും. ഇന്ന് February 7th ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ വരുന്നത് February 8th. ഒന്ന് ആലോചിച്ചേക്കെ, ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ആളെക്കൊണ്ട് എല്ലാവരും ചെയ്യിപ്പിച്ചു. ഇനി വീണ്ടും രാത്രി 12 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും എൻ്റെ ബർത്ത്ഡേ ഇപ്പോഴാണ്. അപ്പോഴാണ് ആള് ശരിക്കും ഞെട്ടാൻ പോണെ. അപ്പൊ പിന്നെ തർക്കിക്കാനും വരില്ല, ഡേറ്റ് നേരെ വണ്ണം ഓർത്ത് വെച്ചാൽ പോരെന്ന് ഞാൻ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.